ഹലോ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഈ ചൂടത്ത് കുടിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഡ്രിങ്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അവിൽ മിൽക്ക്. അപ്പോൾ ഈ ചൂടത്ത് നമ്മുടെ ശരീരവും മനസ്സും ഒരുപോലെ തണുപ്പിക്കാൻ പറ്റിയൊരു ഡ്രിങ്കാണ് കേട്ടോ അവിൽ മിൽക്ക്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അവിൽ മിൽക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ 4 മൈസൂർ പഴമാണ് എടുത്തിട്ടുള്ളത്. നല്ല പഴുത്തത് നോക്കി എടുക്കുക. അപ്പോൾ പഴത്തിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം. അപ്പോൾ പഴത്തിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഞാനൊരു വലിയ മിക്സിംഗ് ബൗളിലോട്ട് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇട്ടെടുക്കുന്നത്. എന്നിട്ട് നല്ല പോലെ ഒന്ന് ഉടച്ചെടുക്കുക. മിക്സിയിൽ നമ്മൾ പഴം അടിച്ചെടുക്കുന്നതിനേക്കാളും ഇതുപോലെ ഒന്ന് ഉടച്ചെടുക്കുക കേട്ടോ അവിൽ മിൽക്കൊക്കെ ഉണ്ടാക്കാൻ നല്ലത്. ഇനി നമ്മളിതിലേക്ക് 1/2 ലിറ്റർ പാല് കട്ടയാക്കിയതാണ് ഇട്ടുകൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഇട്ടുകൊടുക്കുന്നതിന് പകരം മിക്സിയിലൊന്ന് അടിച്ചിട്ട് ബ്ലെൻഡ് ആക്കിയിട്ട് നമ്മളിതിലേക്ക് ഇട്ടുകൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ. അപ്പോൾ നല്ല സ്മൂത്തായിട്ട് കിട്ടും. പിന്നെ ഞാനിവിടെ 5 രൂപയുടെ ഒരു പാക്കറ്റ് ബൂസ്റ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പാല് മിക്സിയിലൊന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് വേണം ഇതിലേക്ക് ചേർക്കാൻ. ഞാനിപ്പോൾ ജസ്റ്റ് ഇതിലേക്ക് ഇട്ട് കൊടുത്തേ ഉള്ളൂ. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും ചേർക്കുന്നുണ്ട്. പാൽപ്പൊടി ചേർത്ത് നല്ലൊരു ക്രീമി ടെക്സ്ചർ കിട്ടും. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. നല്ലൊരു ടേസ്റ്റാണ് ഇട്ട് കൊടുത്താൽ. പിന്നെ അടുത്തതായിട്ട് നമ്മളിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഈ പാലൊക്കെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. അപ്പോൾ അതുപോലെ ഒന്ന് കുത്തി കൊടുത്താൽ മതി. നല്ല സ്മൂത്തായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുത്താൽ മതി. പാൽ കട്ട മാത്രം കേട്ടോ, അല്ലാതെ പഴമൊന്നും അടിച്ചെടുക്കരുത്. അപ്പോൾ ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് പൊരിയവിലാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളെല്ലാം ഇതുപോലെ ഒരു മിക്സിംഗ് ബൗളിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത് വെച്ചാൽ പൊരിയവിലൊക്കെ ഡയറക്റ്റ് അതിലേക്ക് തന്നെ ഇട്ട് കൊടുത്താൽ മതി. അല്ല ഗ്ലാസ്സിൽ സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ കുറച്ച് പീനട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്, കപ്പലണ്ടി. പിന്നെ ഞാൻ കുറച്ച് ട്യൂട്ടി ഫ്രൂട്ടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ സ്റ്റാളിൽ നിന്നൊക്കെ വാങ്ങി കഴിക്കുന്ന അവിൽ മിൽക്കിൽ ട്യൂട്ടി ഫ്രൂട്ടി ഉണ്ടാവാറുണ്ടല്ലോ. പിന്നെ 3 ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട് കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട്. എന്നിട്ട് എല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അവിൽ മിൽക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ പൊരിയവിൽ തന്നെ എടുക്കുക കേട്ടോ. സാധാരണ അവിലാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ തണുക്കും. ഇതുപോലത്തെ പൊരിയവിലാണെന്നുണ്ടെങ്കിൽ കുറേ സമയം ക്രഞ്ചി ആയിട്ട് ഇരിക്കും കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ പാക്കറ്റ് വാങ്ങാൻ കിട്ടും. അത് യൂസ് ചെയ്തിട്ട് വേണം നമ്മൾ അവിൽ മിൽക്ക് ഉണ്ടാക്കാൻ. പിന്നെ നമ്മൾ പ്രത്യേകിച്ച് വറക്കൊന്നും വേണ്ട. അപ്പോൾ അവിൽ മിൽക്ക് ഗ്ലാസ്സിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വലിയ 2 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആദ്യം തന്നെ കുറച്ച് അവൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള അവിൽ മിൽക്കിൻ്റെ ജ്യൂസ് ഉണ്ടല്ലോ, അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ വീണ്ടും കുറച്ചും കൂടി അവൽ ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്കിനി ഇത് ഗാർണിഷ് ചെയ്യാനുള്ള ഐറ്റംസ് ഒക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. കുറച്ച് കപ്പലണ്ടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ട്യൂട്ടി ഫ്രൂട്ടി ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ചെറുതായി കട്ട് ചെയ്തിട്ടുള്ള ചെറി. അപ്പോൾ ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ചും കൂടി ഡ്രിങ്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ടാണ് നമ്മൾ ഫൈനലായിട്ടുള്ള ഗാർണിഷിങ് ചെയ്യുന്നത്. അപ്പോൾ ഗാർണിഷിങ് ചെയ്യാൻ ആദ്യം തന്നെ കുറച്ച് പൊരിയവിലാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ പൊരിയവിൽ നല്ല ക്രഞ്ചിനെസ് ഉണ്ടാവും കേട്ടോ അതുപോലത്തെ അവിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ. പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് കപ്പലണ്ടിയാണ്. പിന്നെ നമുക്ക് കുറച്ച് ട്യൂട്ടി ഫ്രൂട്ടിയും അതുപോലെ തന്നെ ചെറുതായി കട്ട് ചെയ്തിട്ടുള്ള ചെറി ഇട്ട് കൊടുക്കാം. പിന്നെ ഫൈനലായിട്ട് നമ്മൾ കുറച്ച് ബൂസ്റ്റ് പൊടി വിതറിയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ മുകളിൽ കാണാനൊരു ഭംഗിക്കും. പിന്നെ നമ്മൾ ആൾറെഡി ബൂസ്റ്റ് ചേർത്തിട്ടുണ്ട് എന്നാലും പിന്നെ നമുക്കൊന്നും കൂടെ നമ്മുടെ ഡ്രിങ്കിനെ മൊഞ്ചത്തിയാക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറി കൂടെ ഒന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ, നമ്മുടെ അവിൽ മിൽക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ചൂടത്ത് കുടിക്കാൻ പറ്റിയ കിടിലൻ അവിൽ മിൽക്കാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നമ്മുടെ ചാനലിൽ ഇപ്പോൾ ഗിവ് അവേ നടക്കുന്നുണ്ട്. നമ്മുടെ ചാനലിന് 3 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആവുന്ന അന്ന് വിജയെ തിരഞ്ഞെടുത്തിട്ട് ഓവനാണ് കേട്ടോ സമ്മാനമായിട്ട് നൽകുന്നത്. അപ്പോൾ നിങ്ങൾ ഗിവ് അവേയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വീഡിയോസൊക്കെ ഫുള്ളായിട്ടൊന്ന് കാണുക. എന്നിട്ട് കമൻറ്റ് ചെയ്യുക. അതുപോലെ വീഡിയോസ് ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള നല്ല അടിപൊളി വെറൈറ്റി റെസിപ്പികളുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്